അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയനായ SIO-ൻ്റെ സംസ്ഥാന ശൂറാംഗം മുബാരിക് സാഹിബ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന അരനല്ലൂരിൻ്റെ പ്രദേശനിവാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മറ്റൊരു റമളാൻ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. റമളാനിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ അള്ളാഹുവിൻ്റെ ഓഫറാണ്, ഒരു ഗീവ് അവേ ആണ് റമളാൻ എന്ന് പറയുന്നത്. അള്ളാഹു റമളാനിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ റമളാനിൻ്റെ 3 പ്രത്യേകതകളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലാദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. നമുക്കേവർക്കും സുപരിചിതമായ ആയത്താണ് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരായത്ത്. അതിൽ അള്ളാഹു പറയുന്നത് ജനങ്ങൾക്കുള്ള വഴികാട്ടിയായിട്ട് നാം ഇറക്കുന്നതാണ് ഖുർആൻ. അതിന് അള്ളാഹു ഖുർആനെ വേറൊരു വാക്കും കൂടെ അവിടെ എടുത്ത് പറയുന്നുണ്ട്, അൽ ഫുർഖാൻ. സത്യാസത്യ വിവേചനത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് അള്ളാഹു ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഖുർആൻ പഠിക്കുന്നതോടുകൂടി, പാരായണം ചെയ്യുന്നതോടുകൂടി സത്യത്തെയും അസത്യത്തെയും വ്യക്തമാക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഖുർആനെ അള്ളാഹു അവിടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ റമളാനിൽ ഖുർആൻ്റെ പാരായണം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമായിട്ടാണ് അള്ളാഹു പറയുന്നത്. കുറച്ച് കാലം മുന്നേ വരെ നമ്മളുടെ സുഹൃത്തുക്കളോടും നമ്മളെ കുടുംബത്തിലൊക്കെ റമളാനിൻ്റെ ഖത്തം തീർക്കുന്ന ഒരു മത്സരം നമ്മൾ വെക്കാറുണ്ടായിരുന്നു. എന്നാൽ കാലം കഴിയുന്നതോടുകൂടി പുതിയ കാലഘട്ടത്തിൻ്റെ ഫാഷൻ അനുസരിച്ചിട്ട് ലിബറലിസത്തിൻ്റെ കടുവെന്നുവരവൊക്കെ കൂടിയിട്ട് ഈ ഒരു കൾച്ചർ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഖുർആനും റമളാനും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് റമളാനിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റമളാൻ മാസത്തിലാണ് നമ്മൾ നോമ്പ് നോക്കാറുള്ളത്. അള്ളാഹു നോമ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, അതായത് സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ് നോമ്പിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അതായത് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി, നിങ്ങൾ തിന്മകൾ ചെയ്യുമ്പോൾ നിന്നും നിങ്ങളെ വലിച്ചു നിർത്തുന്ന ഒരു ഉപകരണമായിട്ട് നോമ്പിനെ നാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ നോമ്പ് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൻ്റെ ഇത്താഅത്തിന് വേണ്ടി, അള്ളാഹുവിനോടുള്ള അനുസരണ കാട്ടാൻ വേണ്ടി. അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ നോമ്പ് നോക്കുകയാണ്. ആ നോമ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നിയ്യത്തുണ്ട്, ഈ നോമ്പ് പടച്ചവൻ സ്വീകരിക്കണമെന്നുള്ളത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ആരാധന കർമ്മങ്ങൾ പോലെയല്ല, നോമ്പിനുള്ള പ്രതിഫലം നാമാണ് നൽകുന്നത്. ആ നോമ്പ് ഞാനും എൻ്റെ വിശ്വാസിയും തമ്മിലുള്ളതാണെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നോമ്പെടുത്തിട്ട് നമുക്കൊരു തിന്മ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ, അതായത് സത്യാസത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ് നോമ്പ് എന്ന് പറയുന്നത്. വേറെ ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലേ, അതായത് നമ്മൾ നോമ്പെടുത്തിട്ട് നമുക്കൊരു തിന്മ ചെയ്യാൻ നോക്കുമ്പോൾ
നമുക്ക് തന്നെ ഉള്ളിലൊരു കുറ്റബോധം വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പഠിച്ചതുപോലെ ഒരു തല്ലുകൂടാൻ വരുമ്പോൾ ഇന്നി സായിമുൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കുണ്ടല്ലോ, ആ വാക്ക് ഒരു പോരാട്ടമാണ്, തിന്മക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ്. അതുപോലെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, റമദാനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വിശ്വാസികളുടെ സമരോത്സുകതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്. റമദാൻ മാസത്തിലാണ് ഇസ്ലാം ചരിത്രത്തിൻ്റെ ആദ്യത്തെ യുദ്ധമായ ബദർ യുദ്ധം സംഭവിക്കുന്നത്. റമദാൻ 17 കേവലം 300-ൽ പരം വിശ്വാസികൾ 1000-ലധികം സത്യനിഷേധികളെ തോൽപ്പിച്ചിട്ടുള്ള ആ ഒരു വിശുദ്ധമായ പോരാട്ടം, അതിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് യൗമുൽ ഫുർഖാൻ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സത്യാസത്യ വിവേചനത്തിനെതിരെയുള്ള യുദ്ധം. അസത്യത്തിന് നേരെ സത്യത്തിൻ്റെ വിജയമാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 3 പ്രത്യേകതകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റമദാൻ വെറും ഒരു മാസമല്ല, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ നന്മയുടെ മാസം വരുമ്പോൾ അത് കാലഘട്ടത്തിൻ്റെ പ്രതീക്ഷയായി മാറുകയാണ് റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ നമ്മൾക്ക് ആവേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ വർഷം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ജനുവരി 1 മുതൽ ഇന്ന് ഫെബ്രുവരി ആവുന്നത് വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാർത്തകൾ കാണുന്നവരാണെങ്കിലും ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നവരാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും, ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വാക്ക് നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വാർത്തകൾ എടുക്കുമ്പോൾ ആ വാക്ക് മാത്രം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് വിദ്യാർത്ഥിത്വം എന്ന് പറയുന്ന വാക്കാണ്. നമുക്കറിയാം, ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഞെട്ടിയാക്കിയത് ഒരു ഉമ്മയെ ഒരു മകൻ വെട്ടിക്കൊന്ന് എന്ന വാർത്തയാണ് നമ്മളെ ഈ വർഷം തന്നെ തുടക്കം നൽകിയത്. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഒരു വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരൻ ഒരു യുവാവിനെ കുത്തി ഉപ്പാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് തുടങ്ങി ഓരോ ദിവസവും വിദ്യാർത്ഥികൾ ക്രിമിനലുകളാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് റമദാൻ കടന്നു വരുന്നത്. ഈ റമദാനോട് കൂടി ഈ റമദാനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല, നമ്മളെ മാത്രം സംസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല റമദാനുള്ളത്, നമ്മളെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മളുടെ മാതാപിതാക്കളിലും നമ്മളുടെ സുഹൃത്തുക്കളിലും നമ്മുടെ ബന്ധുമിത്രാദികളിലേക്കും നമ്മൾ റമദാനിൻ്റെ ഈ സത്യത്തെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, നമ്മൾ സന്ദേശം കൊടുക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ റമദാനെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ സ്വർഗം സ്വപ്നം കാണുന്ന ഒരു തലമുറയെ കെട്ടിപ്പടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി ഷഹബാസ് സലീം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി അലനല്ലൂർ ഏരിയ പ്രസിഡന്റ് അബ്ദുൽ അസീസ് സാഹിബിനെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.